ലോകം AI ഉൾപ്പെടെയുള്ള സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങൾ അതിനെക്കുറിച്ച് പരീക്ഷണം ഉൾപ്പെടെ നടത്തുന്നു. അപ്പോഴാണ് ഇവിടെ കുറച്ച് ആളുകൾ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞതാണ്. കുംഭമേളയിൽ തന്നെ പങ്കെടുത്ത 1000-ഓളം പേരുടെ ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ കുംഭമേളയ്ക്കെതിരെ എന്തൊക്കെയോ ആസൂത്രണം, ഗൂഢാലോചന ഒക്കെ നടക്കുന്നില്ലേ? ഇല്ല, കുംഭമേളയിലെ അപകടം ആസൂത്രിതമായൊരു അട്ടിമറിയായിരുന്നു എന്ന് അന്ന് തന്നെ പുറത്തു വന്ന വീഡിയോസിലൊക്കെ കാണാമായിരുന്നു. പക്ഷേ അതേപ്പറ്റി അന്വേഷണം നടക്കുന്നതുകൊണ്ട് ആരും ഇതുവരെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല. ജുഡീഷ്യൽ അന്വേഷണം നടക്കുകയാണ്. 3 അംഗ കമ്മീഷനെ വെച്ചിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിൽ. താമസിയാതെ അതിൻ്റെ റിപ്പോർട്ട് വരും. അതിനകത്തെ കോൺട്രവേഴ്സിയലായുള്ള 2 വീഡിയോ ഞാനും കണ്ടിരുന്നു. ഒന്നിൽ ഒരു പോലീസുകാരൻ DYSPയോ മറ്റോ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരോട് രാത്രി 1:30 മണിക്ക് അവരോട് എണീറ്റ് വേഗം പോയി കുളിക്കാൻ പറയുന്നു. അതില്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. വേഗം പോയി കുളിക്കും, നിങ്ങൾ ആദ്യം വന്നവരാണ്, ഇനി കുളിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് വരും. തിക്കും തിരക്കും, ഭഗ്ദഡ് എന്നാണ് സ്റ്റാമ്പേഡിന് ഹിന്ദി വാക്ക്. ഭഗ്ദഡ് ഹോ ജായേഗ. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെ മനസ്സിലായി സ്റ്റാമ്പേഡ് ഉണ്ടാകും? അതുകൊണ്ട് നിങ്ങൾ വേഗം എണീറ്റ് പോയി കുളിച്ചോ എന്ന് പറയുക. 1:30 മണിക്ക് കുളിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച് 3:30 മണിക്കാണ് ബ്രാഹ്മ മുഹൂർത്തം. 1:30 മണിക്ക് സരസ്വതിയും ഗംഗയൊക്കെ ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് അതിലിറങ്ങി മുങ്ങാൻ പാടില്ല. 3:30 മണി കഴിഞ്ഞിട്ട് വേണം 3:30 മണിക്ക് മുങ്ങാൻ തുടങ്ങാം. അപ്പോൾ ഇയാളെന്തിനീ 1:30 മണിക്ക് പറഞ്ഞു? ദാറ്റ് ക്രിയേറ്റഡ് കൺഫ്യൂഷൻ. അതേ തുടർന്ന് കുറേ പേര് അങ്ങോട്ടേക്ക് ഓടി വേഗം ചെല്ലുന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ജൽദി ഉഠോ ഉഠോ ജൽദി ജാവോ എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമിപ്പിക്കുന്നു. അപ്പോൾ ഇവർ ഓടുന്നു. അങ്ങനെ പ്രശ്നമുണ്ടാകുന്നു. വേറൊന്ന്, ഈ വേലിക്കെട്ടുകൾക്കുള്ളിൽ ശാന്തരായിട്ട് പോയിക്കൊണ്ടിരുന്നവരുടെ സൈഡിലൂടെ ഒരു 10-12 ചെറുപ്പക്കാർ ഓടി വരുന്നു. എന്തിനാണെന്നറിയില്ല. അവർ സൈഡിലൂടെ ഒഴിഞ്ഞ സ്ഥലത്തൂടെ അവർ ഓടി വരുന്നു. അതിലൊരാൾ ഈ വേലിക്കെട്ട് പിടിച്ച് വലിച്ച് പറിക്കുകയോ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട്. പിന്നെ ആ വീഡിയോ അവ്യക്തമാണ്. കൈവച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ച് റെസ്റ്റ് ഓഫ് ദ വീഡിയോ അവ്യക്തമാണ്. ഇതൊക്കെ പലരും മൊബൈലിലൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി അതിൻ്റെ കൃത്യമായ വീഡിയോ പോലീസിൻ്റെ കയ്യിലുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ അന്വേഷണം കൃത്യമായ അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതുകൊണ്ടാണ് ഈ സ്റ്റാമ്പേഡ് സാധാരണ അവിടെ നിന്ന് പരക്കേണ്ടതാണ്. അത് പരന്നില്ല. പലരും സ്റ്റാമ്പേഡ് അറിഞ്ഞു പോലുമില്ല. പിന്നീട് കിലോമീറ്റർ നടന്ന് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അല്ല സ്റ്റാമ്പേഡിൽ എന്തായാലും സ്റ്റാമ്പേഡോ ഞാൻ ഒന്നും കണ്ടില്ലല്ലോ, ഇതായിരുന്നു പലരുടെയും മറുപടി. അപ്പോൾ ഒരു മാക്സിമം 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിന്ന ഒരു സംഭവമാണത്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ കൺഫേംഡായിട്ട് 30 പേര് മരിച്ചു. നിസ്സാര സംഗതിയല്ല 30 പേരുടെ മരണം. അത് യോഗി ആദിത്യനാഥ് വെറുതെ വിടാനും പോകുന്നില്ല. അതിന് ഉത്തരവാദികൾ ഇത് അട്ടിമറിയാണെങ്കിൽ, സ്വാഭാവികമാണെങ്കിൽ സ്വാഭാവികമായിട്ടത് സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത്രയധികം മുൻകരുതലുകളും ചിട്ടയും എല്ലാം ചേർന്നാണ് ചെയ്തത്. പിന്നീടത് സ്പ്രെഡാവാതെയും കൂടുതൽ കൺഫ്യൂഷൻ ഒഴിവാകാനും വേണ്ടിയിട്ട് ഈ സന്യാസിമാരുടെ മുങ്ങൽ അവർ മാറ്റിവെച്ചു. അവർ പറഞ്ഞു സാധാരണക്കാർ മൗനി അമാവാസ്യയുടെ പ്രിയോറിറ്റി അനുസരിച്ച് ആദ്യം സന്യാസിമാരാണ്, ഈ ആഖാഡ അവർക്കാണ് ആദ്യത്തെ അവകാശം മുങ്ങാൻ. അത് കഴിഞ്ഞിട്ട് പൊതുജനം. ആഖാഡ സന്യാസിമാരെല്ലാവരും കൂടെ പറഞ്ഞു പൊതുജനത്തിന് മുങ്ങാൻ അവസരം കൊടുക്കുക. ഞങ്ങളാദ്യം മുങ്ങണമെന്ന് അങ്ങനെയൊന്നുമില്ല. അത് നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ആദ്യം ഞങ്ങൾ മുങ്ങി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഗംഗയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോൾ മുങ്ങുന്നു എന്നുള്ളത് പ്രശ്നമേ അല്ല. ഗംഗയിൽ നമ്മൾ ചുമ്മാ പോയി മുങ്ങിയാലും പാപങ്ങൾ മാറും. ഇതാണല്ലോ നമ്മളുടെ കൺസെപ്റ്റ്. അതെപ്പോൾ മുങ്ങണം എന്നൊന്നുമില്ല. രാത്രി മുങ്ങാം, പകൽ മുങ്ങാം, കുംഭമേളയുടെ സമയത്ത് മുങ്ങാം, അല്ലാത്തപ്പോൾ മുങ്ങാം. എപ്പോൾ മുങ്ങിക്കഴിഞ്ഞാലും നിങ്ങളെ ക്ലീൻ ചെയ്യുന്നത് ഗംഗയാണ്. ദാറ്റ് ഈസ് അഷ്വർഡ്. അപ്പോൾ സന്യാസിമാർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ രാവിലെ മുങ്ങണമെന്നൊന്നുമില്ല, വൈകുന്നേരം മുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. മുങ്ങിയില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനും സിനിജിയും കുംഭമേളയ്ക്ക് പോയില്ല, ഇല്ലേ? മൗനി അമാവാസ്യ ദിവസം നമ്മൾ കേരളത്തിലായിരുന്നു. നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പോയാണ് മുങ്ങുന്നത്. അപ്പോഴും ഈ സിസ്റ്റം വർക്ക് ചെയ്യും. അതാണ് നമ്മളുടെ സങ്കല്പം. ബട്ട് ഈ കുംഭമേള എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഇവൻ്റാണ്. 4 വർഷം കൂടുമ്പോൾ മാറി മാറി ഓരോ സ്ഥലത്ത്
ഉജ്ജയിൻ 4 സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ നടക്കുന്നു. അപ്പോൾ അതൊരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ സാധാരണ ദിവസം പോയി തൊഴുന്നതും ആറാട്ടിനിടയ്ക്ക് പോയി തൊഴുന്നതും തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല, ഒരു വ്യത്യാസവും. ഇതുപോലെയാണ് കുംഭമേളയുടെ സമയത്ത് പോയി മുങ്ങുന്നത്. ബട്ട് അതൊരു ഉത്സവമാണ്, അതിൽ എല്ലാവരും ചേരുന്നു. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് ഉന്തും തള്ളവും ഉണ്ടാവേണ്ട കാര്യമില്ല. ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് എല്ലാവിധ പ്രിക്കോഷൻസും എടുത്തിരുന്നു. അപ്പോൾ അതിലൊരു അട്ടിമറി സ്മെല്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. യാഥാർത്ഥ്യം പുറത്തു വരാനില്ല. 1000-ഓളം ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിച്ചു എന്നുള്ള ഒരു സംശയം വരുന്നില്ല. ഒപ്പം ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ പറയാണ് ഈ എയുടെ പുറകെ പോകുമ്പോഴാണോ വെള്ളത്തിൽ മുങ്ങുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പ്ലാൻ അവരുദ്ദേശിച്ച പോലെ ചില കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതല്ലേ? അല്ല, ജോൺ ബ്രിട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റാമ്പേഡ് ഉള്ളിൽ അങ്ങേർക്ക് ആഹ്ലാദം തോന്നിക്കാണും. കൊള്ളാം, പണി കിട്ടി യോഗിക്കിട്ട്. പിന്നെ ഇല്ലായിരുന്നെങ്കിൽ അങ്ങേര് വേറെ എന്തെങ്കിലും പറയും. ISRO റോക്കറ്റ് വിടുന്നു, അപ്പോഴാണ് നിങ്ങൾ കുളത്തിൽ മുങ്ങുന്നതെന്ന്. കാരണം അവർക്ക് പൊതുവേ ഇതിനെപ്പറ്റി പുച്ഛമാണ്. കുംഭമേളയെ പുച്ഛമാണ്, ഗുരുവായൂർ പുച്ഛമാണ്, ശബരിമല പുച്ഛമാണ്. ആ സർവ്വപുച്ഛമാണ് ഈ ഹിന്ദുവിനോടുള്ള ഒരു പുച്ഛമുണ്ടല്ലോ, അതവരുടെ ബ്ലഡിലുള്ളതാണ്. അതിങ്ങനെ പുറത്തു വരും ഇങ്ങനത്തെ കമൻ്റൊക്കെ ആയിട്ട്. അത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ കുംഭമേളയിൽ സ്റ്റാമ്പേഡ് ഉണ്ടായി 30 പേര് മരിച്ചു. ബ്രിട്ടാസിനെ പോലെ ചിന്തിക്കുന്നവർക്ക് ആദ്യം തോന്നുന്നു 30 മരിച്ചുള്ളൂ, ഒരു 10-40 പേരാണ് ചാവണ്ടേ. എങ്കിൽ പിന്നെ കുംഭമേള തന്നെ നിർത്തി വയ്ക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് ക്യാമ്പയിൻ കൊണ്ടുപോകാം. അപ്പം ആ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നതിൻ്റെ ഒക്കെ ഒരു ഉദ്ദേശത്തോടെയുള്ള ഒരു ഉദീരണമാണ് ഈ ബ്രിട്ടാസിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുന്ന CPM നേതാക്കളുണ്ട്. അവർ മാമോദീസ മുക്കുന്നുണ്ട്, ക്രൈസ്തവ ആചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾ നടത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഹിന്ദു മതത്തിൽ ഉൾപ്പെട്ടവർ ഒരു കുംഭമേളയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവർക്ക് എന്താണ് ഇത്ര അസ്വസ്ഥത? വർഷങ്ങളായിട്ടത് അങ്ങനെയാണല്ലോ. അവർ പ്രോ മുസ്ലിം, ന്യൂട്രൽ ടു ക്രിസ്ത്യാനിറ്റി ഇടയ്ക്കൊക്കെ ഒന്ന് വേണമെങ്കിൽ അവർ വിമർശിച്ചു എന്നൊക്കെ വരും. ആൻറ്റി ഹിന്ദു, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലൈൻ. അവരുടെ പൊളിറ്റിക്കൽ ലൈൻ അതാണ്. അവർക്ക് വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് കാര്യമൊക്കെ ശരി. ബട്ട് അവരുടെ മാനസികമായ അവസ്ഥ, മെൻ്റൽ മേക്കപ്പ് ഈ രീതിയിലാണ്. ആൻറ്റി ഹിന്ദു, പ്രോ മുസ്ലിം, ന്യൂട്രൽ ടു ക്രിസ്ത്യാനിറ്റി. ബട്ട് ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുവും കൂടെ വന്നു കഴിഞ്ഞാൽ ദേ വിൽ പ്രിഫർ ക്രിസ്ത്യാനിറ്റി. ഹിന്ദുവിനെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും അവർ പിന്തുണയ്ക്കുന്ന പ്രശ്നമില്ല. അതുപോലെ ഹിന്ദുവിനോടുള്ള വിരോധമാണ് ഈ ഭാരതത്തോടുള്ള വിരോധം. ഭാരതം എന്നുള്ള വാക്ക് പോലും അവർ പറയില്ല, ഇന്ത്യ എന്നേ പറയുള്ളൂ. അത് അവരുടെ ഒരു കോംപ്ലക്സാണത്. ഭാരതത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. പക്ഷേ ഈ ജോൺ ബ്രിട്ടാസിനെ പോലുള്ള വലിയ നേതാക്കളെയാണോ CPM പ്രതീക്ഷിക്കുന്നത്? കാരണം ഇതുവരെ ഒരു സമരമുഖത്ത് പോലും കണ്ടിട്ടില്ലാത്ത ബ്രിട്ടാസ് ഇത്ര അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ്. ജോൺ ബ്രിട്ടാസ് എത്ര വലിയ നേതാവാണ് CPM-ൽ? അതാണ് ചോദിക്കുന്നത്. പിന്നെ പുള്ളി ഇതിനെക്കുറിച്ച് കുംഭമേളയെക്കുറിച്ചൊക്കെ പറഞ്ഞു. മാധ്യമങ്ങളിൽ നിറയാനൊരു സാമർഥ്യമുള്ളതുകൊണ്ടും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ജോൺ ബ്രിട്ടാസിനെ ബട്ടർസ് ചെയ്യുന്ന ആൾക്കാരുള്ളതുകൊണ്ടും ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളിൽ കാണപ്പെടുന്നു. പാർട്ടിക്കുള്ളിൽ എന്താ ജോൺ ബ്രിട്ടാസിന് സ്ഥാനം? പാർട്ടിയിൽ എന്ത് നേതാവാണ് ജോൺ ബ്രിട്ടാസ്? ഒന്നുമല്ല. ഈസ് എ പെറ്റ് ഓഫ് പിണറായി വിജയൻ. കൈരളിയുടെ മാനേജിങ് ഡയറക്ടറായി, പിന്നെ രാജിവെച്ചിട്ട് ഏഷ്യാനെറ്റിൽ പോയി, പിന്നെ തിരിച്ച് കൈരളിയിൽ വന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല ബിസിനസ്മാൻ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഒരു കമ്പനിയുടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൈൻ ചെയ്ത് നടക്കുന്ന ഒരാളാണ്. പാർട്ടി ആസച്ച് അതിനകത്ത് വലിയ വിലയൊന്നും ജോൺ ബ്രിട്ടാസിന് അങ്ങനെ ഇല്ല. അപ്പോൾ കുംഭമേളയെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിന് ചില ആളുകളെ ഉപകരണങ്ങളാക്കി മാറ്റാനായിട്ട് നോക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇപ്പം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി എന്ന് പറയുന്നതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതയില്ലേ ഈ കുംഭമേള? ഉണ്ട്. ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്, ആ ഫോൺ നമ്പറുകളൊക്കെ ഈ കമ്മീഷന് മനസ്സിലാവില്ല, പോലീസിന് മനസ്സിലാവില്ല ഏതൊക്കെ ഫോണാണ് സ്വിച്ച് ഓഫ് ചെയ്തത്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് അവിടുത്തെ ടവറിൽ ഏതൊക്കെ ഫോൺ കണക്റ്റഡ് ആയിരുന്നു, എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവൈലബിളാണ്. അതിനൊരു സയൻറ്റിഫിക് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആൾക്കാരെ പിടിക്കും. പഴയ പോലെയല്ല. UP പോലീസ് ഇപ്പം വൺ ഓഫ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് പോലീസ് ഇൻ ഇന്ത്യ അത് UP പോലീസാണ്. ട്വിറ്ററിൽ UP പോലീസിനെ ടാഗ് ചെയ്ത് നമ്മളൊരു ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റിനകം അതിൽ ആക്ഷൻ ഉണ്ടാകും. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ
നുണയാണെങ്കിൽ എന്തുകൊണ്ട് നുണ പറഞ്ഞു എന്നുള്ളതും അവർ പുറകെ കൂടെ അന്വേഷിക്കും. നമ്മളൊരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് വെച്ചോ, അത് ഫോൾസാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ തപ്പി കേരളത്തിലേക്ക് വരുമൊന്നുമില്ല. പക്ഷേ ഈ ആളാരാണ്, എന്താണ് ഈ ഫോൾസ് ഇൻഫർമേഷൻ തന്നതിലൂടെ ഇയാൾ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് നോക്കും. അത് കുഴപ്പം പിടിച്ചതാണെങ്കിൽ അവർ കേരളത്തിൽ വന്ന് പോയിക്കൊണ്ടു പോകും. UP പോലീസ്, ഡൽഹി പോലീസ്, തമിഴ്നാട് പോലീസ്, ഈ 3 പോലീസുകാർ കേരളത്തിൽ വന്നിട്ട് ക്രിമിനൽസിനെ ചുമ്മാ പോയി കൊണ്ടുപോകുക. കാരണം ഇവിടുത്തെ പോലീസ് പൊക്കില്ല. അവർ വാസ്തവം പറഞ്ഞാൽ കേരള പോലീസ് ഒരു നമ്പർ 1 പോലീസാണ്. പക്ഷെ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അവരിവിടെ വന്നിട്ട് ആളെ കൊണ്ടങ്ങ് പോകും. വെളുപ്പിന് രാത്രിയൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടങ്ങ് പോകും. ഇവർ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അവർ പോകും. കേരള പോലീസ് അത് ചെയ്യില്ല, ചെയ്യാൻ സാധ്യമല്ല. അവർക്ക് ചെയ്യാൻ അറിഞ്ഞുകൊണ്ടിട്ടൊന്നുമല്ല. ചെയ്യാൻ ഇത്രയും മിടുക്കന്മാർ കേരള പോലീസിനെ പോലെ വേറെയില്ല. ചില പൊളിറ്റിക്സ് ഇൻവോൾവ് ആകാത്ത ക്രൈം കേരള പോലീസ് അന്വേഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ പോയിട്ട്, ബോംബെയിൽ പോയിട്ട് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെയാണ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹൈഡ് ഔട്ട്സും ഗാങ്ങും ഒക്കെയുള്ള സ്ഥലമാണ് ബോംബെ. അവിടെ നിന്ന് നമ്മുടെ പോലീസുകാർ പോയിട്ട് പുഷ്പം പോലെ പിടിച്ചുകൊണ്ട് വരും ആളിനെ. നോൺ പൊളിറ്റിക്കൽ കേസിൽ പൊളിറ്റിക്സ് വന്നാൽ പോയി, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കുംഭമേളയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയവർക്കെതിരെ യോഗി നല്ല അടി കൊടുക്കും, അല്ലെ വടിയെടുക്കും? ഉറപ്പായിട്ട് ഒരു സംശയം വേണ്ട. നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.